ഇന്ന് നമുക്ക് വെണ്ടക്കായ എഗ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇതൊരു തോരൻ പോലെ ഡ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ റെസിപ്പി ഉള്ളത്. ഇത് റൈസിന്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. ഈ വെണ്ടക്കായ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. വെണ്ടക്കായ കട്ട് ചെയ്തെടുക്കാൻ പോണതിന് മുമ്പ് ഏറ്റവും കഴുകിയിട്ട് ഈ വെണ്ടക്കായമ്മ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് തുടച്ച് കളയണം. അങ്ങനെ വെള്ളം തുടച്ച് കളയണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെണ്ടക്കായ നമ്മൾ കറിയാക്കുന്ന സമയത്ത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്കായമ്മ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഏറ്റവും നന്നായിട്ട് തുടച്ച് കളയുക. എന്നിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിടുക. പിന്നെ വേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് ചെറുതായിട്ടൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളിയും ചേർക്കുന്നുണ്ട്. തക്കാളി ഒരുപാട് ചേർക്കരുത്, ഒരു തക്കാളിയുടെ പകുതി മാത്രം ചേർത്താൽ മതി. പിന്നെ വെളുത്തുള്ളിയും വേണം, ഇഞ്ചിയും വേണം, സവോളയും വേണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവോള കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 വലിയ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വേണം. ഇഞ്ചി വളരെ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കണം. ഇഞ്ചി ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് അല്ലി പോലെ വിടർത്തിയിടണം. അത് നിങ്ങൾ എപ്പോൾ ഇഞ്ചി ചതച്ചെടുക്കുമ്പോഴായിരുന്നാലും എന്ത് കറി വെക്കുമ്പോഴായിരുന്നാലും ഇഞ്ചി ചതച്ച് കഴിഞ്ഞിട്ട് അല്ലി പോലെ വിടർത്തിയിടണം. അല്ലെങ്കിൽ കറിയിൽ അത് ആകെ കട്ട പിടിച്ച പോലെ കിടക്കും. പിന്നെ കറിവേപ്പിലും വേണം, പച്ചമുളകും വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ മുളകിൻ്റെ പൊടിയും വേണം, മഞ്ഞൾപ്പൊടിയും വേണം. ഈ മുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ആ കറിയിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പച്ചമുളക് കുറച്ച് ചേർത്തിട്ട് ഈ കറിയിലേക്ക് മുളകിൻ്റെ പൊടി കൂടുതൽ ചേർക്കാം. അതായിരിക്കും ഈ കറിക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഗരം മസാലയും വേണം. ഗരം മസാല വളരെ കുറച്ച് ചേർത്താൽ മതി. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ വെണ്ടക്കായ എഗ് ഫ്രൈ ആക്കാന്ന്. കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വെണ്ടക്കായ എടുക്കുമ്പോൾ എപ്പോഴും മൂക്കാത്ത ഇളം വെണ്ടക്കായ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇളം വെണ്ടക്കായ ആണെങ്കിൽ ഇതേപോലെ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തും നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നല്ല മൂത്ത വെണ്ടക്കായ ആണെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഈ ചകിരിനാല് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മൂത്ത വെണ്ടക്കായ ഉണ്ടെങ്കിൽ ആ വെണ്ടക്കായ മാറ്റിക്കളയണം. ആ വെണ്ടക്കായ നിങ്ങൾ കറിയിലിടരുത്. അത് വെണ്ടക്കായ മൂത്ത വെണ്ടക്കായ നമ്മൾ എന്തോരമിട്ട് വേവിച്ചാലും അത് വേവേ ഇല്ല. പിന്നെ അത് നമുക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ എടുക്കുമ്പോൾ ഇളം വെണ്ടക്കായ നോക്കിയിട്ട് എടുക്കുക. ഈ വെണ്ടക്കായ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ വെണ്ടക്കായ ഞാനിവിടെ ഇതേപോലെ റൗണ്ടിന് നല്ല കനം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കൈമ പിടിച്ച് കട്ട് ചെയ്യാണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ. പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഇതേപോലെ കയ്യിൽ പിടിച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ വെണ്ടക്കായ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെണ്ടക്കായ എഗ് ഫ്രൈ ആക്കാം. ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ കറി ഞാനിതിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ മൺചട്ടി ഉപയോഗിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് അത് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെയും ഓയിൽ പുറത്തേക്ക് വരുമെന്ന്. അതങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൺചട്ടി കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ മൺചട്ടിക്ക് വിള്ളൽ വീഴും. അപ്പോൾ നല്ല ചട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് 2-3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും വിള്ളൽ വീഴും. അപ്പോൾ ഓയിലൊക്കെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ പുറത്തേക്ക് പോകും. പിന്നെ മൺചട്ടി മയക്കി എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ മൺചട്ടി വാങ്ങിച്ചു കൊടുത്തിട്ട് മൺചട്ടിയിൽ കുറച്ച് കഞ്ഞെള്ളം ഒഴിച്ചിട്ട് മൺചട്ടി നന്നായിട്ട് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് മൺചട്ടി നന്നായിട്ടൊന്ന് കഴുകിയിട്ടിടുക. മൺചട്ടി മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. 2 പ്രാവശ്യം ഇങ്ങനെ കഞ്ഞെള്ളം ഒഴിക്കുക. എന്നിട്ട് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക. കറിവേപ്പിലയും ചേർക്കുക. പച്ചമുളകും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെണ്ടക്കായ ചേർക്കാം. ഇത് നന്നായിട്ട് മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇത് വെണ്ടക്കായയുടെ കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കും. ഇതിലേക്ക് വെണ്ടക്കായ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ വെണ്ടക്കായ ഒരു 3/4 ഭാഗം മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വെക്കാണ്ട് ഇതെപ്പോഴും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിടർത്തി ഇടും. എല്ലാവർക്കും പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാം.
അങ്ങനെ എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ വിടർത്തി വെക്കാം. അപ്പോൾ അത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നിങ്ങൾ ഏറ്റവും ആദ്യം ഓയിൽ ചേർക്കുമ്പോൾ ഓയിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് മുട്ടയും കൂടിയും ചേർക്കാം. അപ്പോൾ 2 മുട്ടയ്ക്കുള്ള ഓയിലും കൂടിയിട്ട് ഏറ്റവും ആദ്യം ചേർക്കാം. അപ്പോൾ ആ വെണ്ടക്കായ ഇതിനകത്ത് ഓയിൽ കൂടുതലുള്ളതിനെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ ലാസ്റ്റ് നമ്മൾ മുട്ട ചേർക്കുമ്പോൾ ഓയിൽ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ വെണ്ടക്കായ ഒരു 3/4 ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. വെണ്ടക്കായൊക്കെ മൊരിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകിൻ്റെ പൊടിയും ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഞാൻ ചേർന്നിട്ട് നന്നായിട്ട് മൊരിയണം. ഇത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതിനും മഞ്ഞൾപ്പൊടി ഞാൻ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ചേർന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. മുട്ടയ്ക്കുള്ള മുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ചേർക്കണം. ഞാൻ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ മുളക് പൊടിയും ഞാൻ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതി കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തീ കൂട്ടി വയ്ക്കരുത്, തീ പതുക്കെ കുറച്ച് വയ്ക്കാം. ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ തക്കാളിയും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് മൊരിച്ചെടുക്കുക. തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇത് മൂടി വയ്ക്കരുത്, തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അത് വെണ്ടക്കായ ഒരു 3/4 ഭാഗം മൊരിഞ്ഞിട്ട് മാത്രം വേണം തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ തക്കാളിയുടെ ഉള്ളിലെ വെള്ളം കൊണ്ട് വെണ്ടക്കായ നമുക്ക് മൊരിഞ്ഞ് കിട്ടില്ല. തക്കാളി നിങ്ങൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് വാങ്ങാം. ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തക്കാളി നല്ല റെഡ് കളറിലിരിക്കും, പക്ഷേ തക്കാളി ശരിക്കും പഴുത്തിട്ടുണ്ടാവില്ല. തക്കാളി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പഴുത്തിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വയ്ക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് പഴുത്ത് കിട്ടും. എനിക്ക് കുറച്ച് ഗരം മസാല ചേർക്കുക. ഗരം മസാല വളരെ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ തക്കാളിയും ഈ വെണ്ടക്കായുടെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. ഈ മുട്ട ചേർക്കുന്ന സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അപ്പോൾ മുട്ട ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പോൾ വെണ്ടക്കായ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്.